ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണോ മരട് വെടിക്കെട്ടിന് ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചത്? തീർച്ചയായിട്ടും ഈ നിലവിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഒപ്പം തന്നെ ഈ തൃപ്പൂണിത്തുറക്ക് സമീപ പ്രദേശത്തുമായിട്ടുള്ള മരട് വെടിക്കെട്ടിന് കൂടി ഏതായാലും അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഈ വരുന്ന മാസം 20-21 തീയതികളിലായിരുന്നു ഈ വെടിക്കെട്ട് നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ഇതിന് ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. നേരത്തെ അമ്പലത്തിന്റെ ഭരണസമിതി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇതിന് വെടിക്കെട്ടിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇതിപ്പോൾ ജില്ലാ കളക്ടർ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഏതായാലും ഈ തൃപ്പൂണിത്തുറ വെടിക്കെട്ട് അപകടത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഏതായാലും ഈ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ മരടിനെ സംബന്ധിച്ച് നേരത്തെയും വെടിക്കെട്ട് അപകടം ഉണ്ടായിട്ടുള്ളതാണ്. 2 തവണ വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള വെടിക്കെട്ട് അപകടം ഉണ്ടായതാണ്. അതിൽ ഒന്ന് 2008 ഈ അപകടം ഉണ്ടാകുന്ന. ആ സമയത്ത് 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പിന്നീട് 2016 വെടിക്കെട്ട് നിർമ്മാണശാലയിൽ സ്ഫോടനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് പടക്ക നിർമ്മാണം നടക്കുന്ന സമയത്ത് ഈ പടക്ക നിർമ്മാണശാലയിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് പിന്നീട് സ്ഫോടനം ഉണ്ടാവുകയും അവിടെയും സ്ത്രീ അടക്കമുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഏതായാലും ഈ വർഷം മരട് വെടിക്കെട്ടിനുള്ള അനുമതി ജില്ലാ കളക്ടർ നിഷേധിച്ചിരിക്കുന്നത്. ശരി, കിരൺകുമാറാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.